ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. JNUവിലെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ആദ്യം മുതൽ തന്നെ ABVPയുടെ പ്രവർത്തകരായിരുന്നു പ്രതിസ്ഥാനത്ത്. ഇതിനുള്ള നിരവധി തെളിവുകളും പുറത്തു വന്നതാണ്. അപ്പോഴും തങ്ങളുടെ പ്രവർത്തകരെ വെള്ളപൂശാനുള്ള ശ്രമത്തിലായിരുന്നു BJPയുടെ പല നേതാക്കളും. തലപൊട്ടി ചോരയൊലിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞ ഐഷെ ഘോഷിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയതെങ്കിൽ ഇതിനെല്ലാം പിന്നിൽ ഇടതു ജിഹാദി കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് K. സുരേന്ദ്രൻ പ്രതികരിച്ചത്. ഈ ആക്രമണത്തിന് പിന്നിൽ ശക്തമായ ഗൂഢാലോചനയുണ്ട് എന്ന് മുരളീധരൻ പ്രതികരിച്ചപ്പോൾ ABVP പ്രവർത്തകരെ പ്രതികളാക്കാനുള്ളത് മാധ്യമങ്ങളുടെ മാത്രം ശ്രമമാണെന്ന രീതിയിലായിരുന്നു JR പത്മകുമാറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ചാനൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കാൻ ഏതെങ്കിലും BJPയുടെ നേതാക്കൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടൈംസ് നൗയിലെ ചാനൽ ചർച്ചയിൽ ABVPയുടെ ജോയിന്റ് സെക്രട്ടറിയായ അനീമ സോങ്കാർ നടത്തിയ കുറ്റസമ്മതം കേട്ടിട്ട് പോയാൽ മതി. തങ്ങളുടെ പ്രവർത്തകരോട് ക്യാമ്പസിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ലാത്തിയും വടിയും എന്തിന് ആസിഡ് വരെ കയ്യിൽ കരുതണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് അനീമ തുറന്നു പറഞ്ഞിരിക്കുന്നത്. JNUവിലെ ആക്രമണത്തിലെ ഇരകൾ മാത്രമാണ് ABVPയുടെ പ്രവർത്തകരെന്ന് നിലവിളിക്കുന്ന BJPയുടെ നേതാക്കൾക്ക് ഈ തുറന്നു പറച്ചിൽ വലിയ തിരിച്ചടി തന്നെയാണ്. JNUവിൽ ആക്രമണത്തിന് പിന്നിൽ ABVP എന്ന് തുറന്നു സമ്മതിച്ച് സംഘടനാ ജോയിന്റ് സെക്രട്ടറി അനീമ സോങ്കാർ. ക്യാമ്പസിൽ ABVP പ്രവർത്തകർ ലാത്തിയും വടികളും ആസിഡുകളും വരെ കയ്യിൽ കരുതിയിരുന്നുവെന്നും അനീമ പറഞ്ഞു. സ്വയം രക്ഷയ്ക്കായാണ് ഇവയെല്ലാം കരുതിയത് എന്നും ഇതിനുള്ള നിർദ്ദേശം വാട്സപ്പ് വഴി ലഭിച്ചിരുന്നുവെന്നും അനീമ തുറന്ന് സമ്മതിച്ചു. ഇതേ ചർച്ചയിൽ തന്നെ BJP നേതാവായ നുപൂർ ശർമ്മയും പങ്കെടുത്തിരുന്നു. അനീമയുടെ പ്രതികരണത്തിന് പിന്നാലെ അദ്ദേഹം വിഷയത്തെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. അതേസമയം JNU ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വലതുപക്ഷ സംഘടനയായ ഹിന്ദു രക്ഷാദൾ രംഗത്തെത്തിയിരുന്നു. JNUവിൽ ദേശവിരുദ്ധ ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും അത് തടയാനാണ് ഹിന്ദു രക്ഷാദൾ പ്രവർത്തകർ ഞായറാഴ്ച രാത്രി JNU ക്യാമ്പസിലേക്ക് അതിക്രമിച്ച് കയറിയത് എന്നുമാണ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനുവരി 5 രാത്രിയിലായിരുന്നു JNU കേന്ദ്ര സർവകലാശാലയിൽ ഫീസ് വർധനവയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.